ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗീയ ജ്ഞാനം എങ്ങനെ സ്വന്തമാക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നമ്മൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവിക ശക്തി സമം സ്വർഗീയ ജ്ഞാനം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണെന്നും. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സോളമൻ രാജാവായതിനു ശേഷം ഒരു രാത്രി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് സോളമനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത്? സോളമൻ കർത്താവിനോട് ചോദിച്ചു, ഈ അസംഖ്യം ജനത്തെ ഭരിക്കാൻ വേണ്ട ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ എന്ന്. കർത്താവ് പറഞ്ഞു, നീ ധനമോ പ്രശസ്തിയോ സമ്പത്തോ ശത്രു നിഗ്രഹമോ ദീർഘായുസ് പോലും ചോദിച്ചില്ല. കർത്താവ് സോളമന് ജ്ഞാനവും വിവേകവും നൽകി. കൂടാതെ മുൻഗാമികളോ പിൻഗാമികളായ രാജാക്കന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ജ്ഞാനവും സമ്പത്തും പ്രശസ്തിയും നൽകി സോളമനെ ദൈവം അനുഗ്രഹിച്ചു. വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗരസ്ത്യ ദേശത്തിലെ ജ്ഞാനികൾക്കാണ് ബെത്ലഹേമിൽ യേശു ജനിച്ച സദ്വാർത്ത അറിയിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. അവർ നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് ബെത്ലഹേമിലെത്തി യേശുവിനെ ആരാധിച്ചു. സ്വർഗീയ ജ്ഞാനം ഒരു നിധിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ മാർഗങ്ങൾ അറിയുവാനും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നല്ല ഒരു വ്യക്തിപരമായ ജീവിതം, കുടുംബ ജീവിതം, സമൂഹ ജീവിതം, ശുശ്രൂഷ ജീവിതം നയിക്കാൻ സ്വർഗീയ ജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. സ്വർഗീയ ജ്ഞാനം നിറയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ആർക്ക് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും, കുറ്റപ്പെടുത്താതെ ഉദാരമായി അവൻ നൽകും. കൊളോസോസ് 2:3 വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നതെന്ന്. ദൈവഭക്തർ പ്രാർത്ഥനയിൽ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയും. നമ്മളെ വചനം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർ പ്രയാസം കൂടാതെ അത് ലഭിക്കും. അതുപോലെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുമെന്ന്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിലും നിങ്ങളിലുമൊക്കെ ഉള്ള പാപവഴികള്, പാപബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് സ്വർഗീയ ജ്ഞാനത്തിനു വേണ്ടി, ഒരു നല്ല ഒരു ഹൃദയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തന്നെ അവൻ നമ്മളോടൊത്ത് അധ്വാനിക്കുകയും അതുവഴി ദൈവഹിതം അറിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഈ ലോക ജീവിതം ധന്യമാക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവഭക്തിയിലും ദൈവഭയത്തിലും ജീവിച്ച് സ്വർഗീയ ജ്ഞാനം നിറഞ്ഞ് അവരുടെ പഠന മേഖലകളെയും അവരുടെ പ്രവർത്തന മേഖലകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. യേശുനാമം മഹത്വപ്പെടട്ടെ.